പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിപ്പാൻ, ദൈവം മുൻപാകെ കാണിരിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസം എന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ആഭരണവർജനത്തെക്കുറിച്ച് 4ാമത്തെ പാർട്ടാണ് ഇടുന്നത്. ആഭരണവർജനം എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് ആവശ്യമാണോ എന്നുള്ളതാണ് ചിന്ത. പലരുടെ ചോദ്യങ്ങൾ, അതിന് മറുപടി തിരുവെഴുത്തുകളിൽ കൂടെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അതിനകത്ത് ചില വ്യാഖ്യാനങ്ങൾ ദൈവദാസന്മാരിൽ കൂടെ കേട്ടത്, കണ്ടത്, പഠിച്ചത്, തിരുവെഴുത്തുകളെ ധ്യാനിച്ചത് ഒക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഇനി ഒരു വ്യക്തിക്കും ഇതിനകത്തൊരു സംശയം വരാൻ പാടില്ല. എന്താണ് ഇതിൻ്റെ ആത്മീയർത്ഥം? യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. ഒന്നിനോടൊന്ന് ഇണയില്ലാതിരിക്കുകയില്ല. ഒന്നിനോടൊന്ന് ഇണ കോർത്തിടാക്കി തിരുവെഴുത്തുകളെ മുകളിലും താഴെയും പഠിച്ച് പറയുന്നതാണ്. ഇത് ഒരു പവർഫുൾ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്നെങ്കിലും ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്ത ഭാഗം 4ാം ഭാഗത്തിലേക്ക് കടക്കുന്നു. ഇത് ഞാൻ പല ദൈവദാസന്മാരോട് ചോദിച്ചപ്പോൾ ബിബ്ലിക്കലി ഒരു ഉപദേശമല്ല എന്നാണ് പലരും പറഞ്ഞത്. ഇടുന്നതിലും കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, യേശു ക്രിസ്തു ഇടാൻ പറഞ്ഞിട്ടില്ല, ഊരാനും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറേ എണ്ണമൊക്കെ ഉണ്ട്. എന്നാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു, ഈ ആഭരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ചില ചിന്തകൾ ഓടിച്ച് ഈ ഇത് തന്നിട്ട് അവസാനം ഒരു 21 കാര്യങ്ങൾ പറഞ്ഞ്, ഇപ്പോഴല്ല ഈ വീഡിയോ അല്ല, അടുത്ത വീഡിയോ പറഞ്ഞ് ഈ ഭാഗം 5 ഭാഗം നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. വെള്ളിയും പൊന്നും, അല്ലെങ്കിൽ പൊന്നും വെള്ളിയും. ആഭരണവർജന വാക്യങ്ങളോടൊപ്പം പൊന്ന്, വെള്ളി എന്ന് കാണുന്ന വിശുദ്ധ തിരുവെഴുത്തുകൾ ചിലർ എടുത്തു ഉദ്ധരിക്കാറുണ്ട്. ഈ രീതി തികച്ചും തെറ്റാണ്. ഇപ്രകാരം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം വിഷയങ്ങളുടെ പ്രസ്താവിത വാക്യങ്ങൾ സുസൂക്ഷ്മം പഠിക്കുന്നില്ല എന്നതാണ്. ഇതിനാൽ യാഥാർത്ഥ്യം സ്ഥാപിക്കപ്പെടുകയില്ല, അസ്ഥാനത്താവുകയാണ്. പൊന്നും വെള്ളിയും കൊണ്ടുള്ള നാണയം, വിവിധ ഉപകരണങ്ങൾ, സമ്പത്ത്, ആഭരണം എന്നിവകളെല്ലാം ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. അവ എങ്ങനെ വേർതിരിച്ചറിയുവാൻ കഴിയും എന്നതിനാണ് തിരുവെഴുത്തുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1. പൊന്നും വെള്ളിയും വിവിധ കാര്യങ്ങൾക്ക്. ഇസ്രായേലിന് ഒരു സമ്പത്തായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13 മുതൽ 14 വരെ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 35 മുതൽ 36 വരെ, പുറപ്പാട് പുസ്തകം 33-ന്റെ 41. രണ്ടാമത് ഇയ്യോബിൻ്റെ സമ്പത്ത്. ഇയ്യോബിൻ്റെ പുസ്തകം 42:11, 22-24, 31-ന്റെ 24 മുതൽ 28 വരെയുള്ള ഭാഗം. 3. ശലോമോന് ലഭിച്ച സമ്പത്ത്. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 9-ന്റെ 27 മുതൽ 28 വരെ, 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. 4. ആദിമകാലങ്ങളിൽ കൊടുക്കുന്ന കൂലി. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 2 മുതൽ 3 വരെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. 5. ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിന്. പുറപ്പാട് പുസ്തകം 25-22, പുറപ്പാട് പുസ്തകം 37-17, പുറപ്പാട് പുസ്തകം 38-ന്റെ 9 മുതൽ 12 വരെ, പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം 6 മുതൽ 19 വരെ, സംഖ്യാപുസ്തകം 31-ന്റെ 50, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 24:1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. 6. പൂർവ്വകാലങ്ങളിലെ നാണയങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 23:15, സങ്കീർത്തനം 119:72. 7. വീണ്ടെടുപ്പ് വിലയായി കൊടുത്തിരുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-18, യെഹെസ്കേൽ 7:19, സഫന്യ 1:18. 8. വഴിപാടായി കൊടുത്തിരുന്നു. പുറപ്പാട് പുസ്തകം 35:22,
സംഖ്യാപുസ്തകം 31:9. 9 യേശുക്രിസ്തുവിന് കാഴ്ചയായി അർപ്പിച്ചു. മത്തായി 2:11. 10 യേശുക്രിസ്തുവും ശിഷ്യന്മാരും നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17:23 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ, 22:17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലപ്രവൃത്തി 3:6, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:34 മുതൽ 35 വരെ, 20-ാം അധ്യായം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 3-ാം വാക്യം. 11 പൊന്നും വെള്ളിയും ദൈവത്തിനുള്ളത്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-8 വാക്യം. 12 യഹോവയ്ക്ക് വെള്ളിയും പൊന്നും യഹോവയ്ക്ക് വിശുദ്ധം. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 6:19, യോശുവയുടെ പുസ്തകം 6:19. ആഭരണധാരണം വിശുദ്ധം എന്നല്ല അതിൻ്റെ അർത്ഥം. അലങ്കാര ഭാഷയിൽ ചിലത്. പൊൻകശവ് കൊണ്ടുള്ള വസ്ത്രം. സങ്കീർത്തനം അലങ്കാര ഭാഷയിൽ ചിലത്. പൊൻകശവ് കൊണ്ടുള്ള ചിത്രം. സങ്കീർത്തനം 45:13. 2 മണവാട്ടി ആഭരണങ്ങൾ കൊണ്ട് തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ. യെശയ്യാപ്രവചനം 51:10. 3 ഒരു കന്യക തൻ്റെ ആഭരണം മറക്കുമോ. യിരെമ്യാ 2:32. 4 ആഭരണമണിഞ്ഞ യെരുശലേം. യെഹെസ്കേൽ 16:1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ. 16-ാം അധ്യായം ഫുള്ള് വായിക്കുക. 5 അലങ്കരിക്കപ്പെട്ട പുതിയ യെരുശലേം. വെളിപ്പാട് പുസ്തകം 21:2. 6 മുദ്രമോതിരമാക്കും. ഹഗ്ഗായി 2:23. 7 ശിരസിന് അലങ്കാരമാലയും സർളപ്പടിയും ആയിരിക്കും. സദൃശവാക്യം 1:9. ആഭരണ വർജനത്തിനായി ഉള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കൽപ്പന. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 5-6 വാക്യം. 2 സിയോൻ പുത്രിമാർ ആഭരണം ധരിച്ചതിൻ്റെ മേൽ ദൈവം വരുത്തുന്ന ശിക്ഷ. യെശയ്യാപ്രവചനം 3-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ. 3 പൊന്നാഭരണം അണിയുന്നത് വ്യർത്ഥമായി സൗന്ദര്യം വരുത്തുന്നു. യിരെമ്യാപ്രവചനം 4-ാം അധ്യായം 30, സദൃശവാക്യം 31-30. 4 ആഭരണം കൊണ്ട് വിശപ്പടങ്ങിയില്ല. യെഹെസ്കേൽ 7:19. 5 ആഭരണധാരണം അകൃത്യഹേതുവാണ്. യെഹെസ്കേൽ 7-ാം അധ്യായം 19-ാം വാക്യം. 6 മനുഷ്യൻ്റെ ആഭരണദാനം ദൈവത്തിന് വെറുപ്പ്. യെഹെസ്കേൽ 7:19-20. 7 ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും അശുദ്ധിയും നീക്കിക്കളയണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 7:1. ആഭരണദാനം ദൈവത്തിന് അശുദ്ധമായത്. യെഹെസ്കേൽ 7:19-20 വാക്യം. 8 ആഭരണം ജഡത്തിന് ഒരു അലങ്കാരം. ഗലാത്യർ 6:12. 9 പൊന്ന്, മുത്ത് എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 2:10. 10 അലങ്കാരം പൊന്നണിയുന്നതിലല്ല. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3:3. 11 ആഭരണ വിഭൂഷിതയായ സ്ത്രീ വിശുദ്ധന്മാരുടെ പ്രതിയോഗിയായി നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 17:3 മുതൽ 6 വരെ. പൊന്നും വെള്ളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ അതെല്ലാം ഒരുപോലെ പലരും എടുക്കാറുണ്ട്. അതുകൊണ്ട് പലർക്കും പരസ്പര വിരുദ്ധമായ തെറ്റുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ പൊന്നിൻ്റെയും വെള്ളിയുടെയും ഉപയോഗം മുകളിൽ തരംതിരിച്ചിരിക്കുന്നത് പോലെ നാം അടിസ്ഥാനപരമായി തിരിച്ചറിഞ്ഞ് പഠിക്കുമ്പോൾ മാത്രം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവെഴുത്തുകളിൽ നമ്മൾ പുറകോട്ട് നോക്കിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പഴയ നിയമം. ചിത്രത്തയ്യലും രത്നം കൊണ്ട് അലങ്കരിച്ച വസ്ത്രം. നീ നിന്റെ ആഭരണം നീക്കിക്കളയ എന്ന കൽപ്പനയ്ക്ക് ശേഷം ചിത്രത്തയ്യലും പൊന്നും രത്നങ്ങളും പതിപ്പിച്ച ചിത്രത്തയ്യലുള്ള വസ്ത്രങ്ങൾ പുരോഹിതന്മാരെ ധരിപ്പിക്കുവാൻ ദൈവം പറഞ്ഞു. ഇത് ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമല്ലേ ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമല്ലേ എന്ന് ന്യായമായി ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ദൈവിക മർമ്മം എന്തായിരുന്നു എന്ന് നോക്കുക. ഇത് ആത്മാവിൽ തുടക്കത്തിലെ പറഞ്ഞു. ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട് ആത്മാവിൽ ചിന്തിക്കണം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19, 20, 21 വാക്യവും തിമത്യോസിന് 2-ാം ലേഖനം 3:1,
പറയുന്നു എല്ലാ 3:16 16 ആദ്യ ഭാഗം എല്ലാ തിരുവെഴുത്തും ദൈവസ്വസീയമാണ്. ആഭരണധാരണം ദൈവം വെറുക്കുന്നെങ്കിലും വെള്ളിയും പൊന്നും മറ്റു ലോഹങ്ങളും ദൈവം വെറുക്കുന്നില്ല. ഹഗ്ഗായി 2:8, യോശുവ 6:19, മത്തായി 17:27. അങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കും, പിന്നെ ധരിക്കുന്നതിനെന്താ കുഴപ്പം? നിങ്ങൾ ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഞാൻ പറയുന്നത് ദൈവവചനം ചൂണ്ടിക്കാണിച്ചു തരിക. തിരുവെഴുത്തുകളെ ആകമാനം പഠിക്കുമ്പോൾ കേൾക്കാൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തൊരു റിപ്പീറ്റ് ഇല്ല, അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. തിരുവെഴുത്തുകളെ പറഞ്ഞ് അങ്ങ് പോവുകയായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ പ്രസംഗം അതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ പ്രസംഗം എന്തായിരുന്നു? അത് തന്നെയായിരുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ പിന്നെ അങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട കാര്യമില്ല. അത് അവരവർക്ക് ദൈവാത്മാവ് തോന്നിച്ച് ചെയ്യേണ്ട കാര്യം, നിർബന്ധിച്ച് ഊരിക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന് വിശുദ്ധമല്ലേ, പിന്നെ ഊരേണ്ട കാര്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അങ്ങ് മൊത്തവും രത്നം കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി അടുത്തതിൽ തരുന്നതാണ്. ഇപ്രാവശ്യത്തിൽ അത് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനൊക്കെ മറുപടിയുണ്ട്. ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നു. ലോകം, ജഡം, പിശാച്, ഇത് 3 കാര്യത്തെയും ജയിക്കുക, അത്രയേ ഉള്ളൂ. വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ആഭരണധാരണം ദൈവം വെറുക്കുന്നില്ലെങ്കിലും വെള്ളിയും പൊന്നും മറ്റു ലോഹങ്ങളും ദൈവം വെറുക്കുന്നില്ല. ആഭരണധാരണം ദൈവം വെറുക്കുന്നെങ്കിലും വെള്ളിയും പൊന്നും മറ്റു ലോഹങ്ങളും ദൈവം വെറുക്കുന്നില്ല. ഹഗ്ഗായി 2:8, യോശുവ 6:19, മത്തായി 17:27. മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ ധരിക്കുവാൻ വിവിധ ലോഹങ്ങൾ കൊണ്ട് ആഭരണം ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല ദൈവം ഇവിടെ അവലംബിച്ചത്. ദൈവനിർണയത്തിൽ ആഭരണം ഉണ്ടാക്കുന്ന ഒരു രീതിയല്ല ദൈവം ഇവിടെ അവലംബിച്ചത്. ദൈവനിർണയത്തിൽ ഉണ്ടായിരുന്നതും ദൈവം പ്രത്യേകമായി പറഞ്ഞുകൊടുത്ത മാതൃക പ്രകാരം നിർമ്മിക്കപ്പെട്ടതുമായ വസ്ത്രത്തിലാണ് ഈ ലോഹങ്ങൾ പതിപ്പിച്ചത്. പുറപ്പാട് പുസ്തകം 39 41 മുതൽ 43 വരെയും, എബ്രായർ 8:25. 3, ഈ വിശേഷ അങ്കി ആലയത്തിനുള്ളിൽ ശുശ്രൂഷകൾക്കായി മാത്രം ധരിക്കുവാനുള്ളതാണ്. പുറപ്പാട് പുസ്തകം 29:4 മുതൽ 5 വരെയുള്ള വാക്യം, 39 മുതൽ 40 വരെയുള്ള വാക്യം, 41 വാക്യം. ലേവ്യ പുസ്തകം 21:12. 4, പുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രമല്ല അതിൽ പതിപ്പിച്ചിരുന്നത്. പുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രമല്ല അതിൽ പതിച്ചിരുന്ന പലതിലും വളരെ അർത്ഥഗാംഭീര്യതയുണ്ട്. ചിത്രത്തയ്യലുള്ള വസ്ത്രം വിശുദ്ധിക്കും നീതിപ്രവൃത്തിക്കും സദൃശമായി നിൽക്കുന്നു. പുറപ്പാട് 28:4, വെളിപ്പാട് പുസ്തകം 19:14, വെളിപ്പാട് പുസ്തകം 19:8. പൊന്നും ഇതര വർണ്ണങ്ങളുമുള്ള നൂലുകൾ കൊണ്ട് ചിത്രപ്പണിയായി നിർമ്മിച്ച ഈ അങ്കി ശുശ്രൂഷകളുടെ ശ്രേഷ്ഠതകളെയും ആത്മീയ ഫലങ്ങളെയും കൃപാവരങ്ങളെയും കാണിക്കുന്നു. പുറപ്പാട് പുസ്തകം 28:4-5. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 3:1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6:3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 12:4 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22-23 വാക്യങ്ങൾ. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:10. ഇരുന്ന് വിശദീകരിച്ച് വായിച്ചോണം. 6, ആലയത്തിലെ പ്രധാനി മഹാപുരോഹിതൻ മാത്രമായിരുന്നു. പുതിയ നിയമ സഭയാം ആലയത്തിൻ്റെ പ്രധാനി മഹാശ്രേഷ്ഠ പുരോഹിതനായ യേശു ക്രിസ്തു മാത്രമാണ്. ആലയത്തിൻ്റെ പ്രധാനി മഹാപുരോഹിതനായ യേശു ക്രിസ്തു മാത്രമാണ്. എബ്രായർ 4:14, എഫേസ്യർ 5:23. രത്നങ്ങൾ പതിച്ചുള്ള ഈ വസ്ത്രങ്ങൾ ഉണ്ടാക്കി അവരോട് ധരിക്കുവാൻ ദൈവം കൽപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് പൊരുളായി നിൽക്കുന്ന പുതിയ നിയമസഭ ഒരു ഫലവും കാണാത്ത വെറും വെള്ളക്കടലാസ് പോലെ ആകുമായിരുന്നില്ലേ? എന്നാൽ ദൈവം ഭാവി കാലത്ത് വരുവാനിരിക്കുന്ന നമുക്ക് വേണ്ടി അനാദികാലങ്ങളിൽ മുമ്പ് കൂട്ടി തൻ്റെ പ്ലാൻ അവരെ അറിയിച്ച്
അവൻ്റെ പ്ലാൻ അറിയിച്ച് അവർ അത് ഉണ്ടാക്കി ആലയത്തിനുള്ളിൽ ധരിച്ച് തങ്ങളുടെ ശുശ്രൂഷ നിവർത്തിച്ചതിനാൽ ഇന്നത്തെ പുരോഹിത സഭയുടെ ആരാധനകളുടെ മഹത്വം കാണുവാൻ സ്വർഗത്തിലെ ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുന്നു. പത്രോസ് എഴുതിയ 1 ലേഖനം 1:10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ. പഴയ നിയമ ആലയത്തിനുള്ളിൽ ചിത്രത്തായുള്ള വസ്ത്രം ധരിച്ച് ആനന്ദിപ്പാൻ അതിലെ പുരോഹിതന്മാർക്ക് കഴിയുകയില്ല. കാരണം ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതർ ഏതെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിടഞ്ഞ് വീണു മരിക്കും. അതുകൊണ്ട് വലിയ വിറയലോടും ഭയത്തോടും കൂടെയാണ് ആലയത്തിനുള്ളിൽ ശുശ്രൂഷിക്കുന്നത്. ഇങ്ങനെയും ഭയത്തിൻ്റെയും മരണത്തിൻ്റെയും മുൻപിൽ അവർ ശുശ്രൂഷ ചെയ്തിരുന്നത് കൊണ്ട് അവർ ധരിക്കുന്ന അങ്കിയുടെ ഭംഗി പോലും അവർക്ക് ആസ്വദിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. പുറപ്പാട് പുസ്തകം 28:43, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 3:6-7 വാക്യം, എബ്രായർക്കെഴുതിയ ലേഖനം 12:18 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ, എബ്രായർക്കെഴുതിയ ലേഖനം 7:23. ചിത്രത്തൈലുള്ള അങ്കിയിൽ വിവിധതരം രത്നങ്ങൾ പതിച്ച് ധരിക്കുവാൻ ദൈവം അവരോട് പറഞ്ഞത് പുറത്തിറങ്ങി അഹങ്കരിച്ച് നടക്കുവാനായിരുന്നില്ല, ആലയത്തിനുള്ളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മാത്രമാണ്. പഴയ നിയമത്തിൽ തൈലാഭിഷേകം സ്വീകരിച്ച് വിശേഷ അങ്കികളും മുദ്രമോതിരങ്ങളും കിരീടങ്ങളും ധരിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 28:36-37, ദിനവൃത്താന്തങ്ങളുടെ 1 പുസ്തകം 20:2, എസ്റ്റേറിൻ്റെ പുസ്തകം 8:15. അവർ കൃപായുഗത്തിൽ ആത്മാഭിഷേകം ചെയ്യപ്പെട്ട ആത്മീയ പുരോഹിതന്മാരുടെയും രാജാക്കന്മാരുടെയും നിഴലാകുന്നു. വിശേഷപ്പെട്ട അങ്കികളും മുദ്രമോതിരങ്ങളും കിരീടങ്ങളും വിശുദ്ധന്മാർക്ക് നിത്യത വരെയുള്ള ആത്മീയാലങ്കാരങ്ങളാണ്. പത്രോസ് എഴുതിയ 1 ലേഖനം 2:9. രാജകീയ പുരോഹിത വർഗമാണ് നാം. ആകയാൽ ആഭരണം അണിയാം എന്ന മുട്ടായുക്തികളെല്ലാം വലിച്ചെറിഞ്ഞ് ദൈവകൃപയെ പ്രാപിക്കുവാൻ വിശുദ്ധിയുടെ ആത്മീയ അങ്കി മനുഷ്യനിൽ അണിഞ്ഞവരായി കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലു, എങ്കിൽ അനുഗ്രഹങ്ങൾ നിശ്ചയമാണ്. ഇതല്ലോ നാം ധരിക്കേണ്ട ദൈവസന്നിധിയിലെ വിലയേറിയ അലങ്കാരങ്ങൾ. വെളിപ്പാട് പുസ്തകം 19:8, എഫേസ്യർ 5:26-27, എബ്രായർ 4:16. ഇങ്ങനെയുള്ള പുറമേയുള്ളതല്ല, ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. പത്രോസ് എഴുതിയ 1 ലേഖനം 3 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. ഇതുകൂടെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പിന്നെയും ഒരു സംശയം വന്നാലോ എന്ന് വിചാരിച്ചാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. വർജനം കേരളീയരുടെ സംസ്കാരമോ? വർജനം കേരളത്തിലുള്ള ഒരു പറ്റം പെന്തക്കോസ്റ്റുകാരുടെയും വേർപാടുകളുടെയും ഒരു സംസ്കാരമാണ്. കേരളത്തിന് പുറമേയുള്ള മിക്ക ദേശങ്ങളും ആഭരണം അണിയുന്ന വിശ്വാസികളുണ്ട്. അവിടെ മലയാളികളായ ചില വിശ്വാസികൾ ആഭരണം ധരിക്കുന്നു. ഇതെല്ലാം ഓരോരോ രാജ്യക്കാരുടെ സംസ്കാര രീതികളാണ്. ആയതിനാൽ ദൈവമക്കൾ ഇതൊന്നും വർജിക്കേണ്ടതില്ലെന്ന് ചിലർ ന്യായീകരിക്കാറുണ്ട്. ഇത് ചില സത്യവിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് കഷ്ടം. പ്രിയ സഹോദരങ്ങളെ, നാം കഥയറിയത് ആട്ടം കാണുന്നുവോ? ലോകത്തിൽ അനവധി സംസ്കാര രീതികൾ നിലവിലുണ്ടെന്നും അതിൽ പല കാര്യങ്ങളും വിശ്വാസികൾക്ക് അംഗീകരിക്കാവുന്നതല്ലെന്നും നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. നിയമം എല്ലാവർക്കും ഒന്നുപോലെയുള്ളൂ, പ്രമാണം ഒന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചിന്താവിഷയമെന്ന് പറയുന്നത്, നാം ഇതെല്ലാം ഒരു രാജ്യത്ത് അമിത വിശ്വാസം, മറ്റൊരിടത്ത് അതിഭക്തി, വേറൊരിടത്ത് വിശുദ്ധിയും വേർപാടും എന്ന നിലകളിൽ പലതും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് ദേശത്തിൻ്റെ മാതൃകയെ കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയില്ല. എന്നിരുന്നാലും ദൈവവചനപ്രകാരമുള്ള എല്ലാ മാതൃക ഉപദേശങ്ങളും നാം സ്വീകരിക്കേണ്ടതാണ്. അത് ഒരു രാജ്യക്കാർക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും കണ്ടും കേട്ടും മനസ്സിലാക്കിയും അനുസരിക്കേണ്ടതാകുന്നു. ഇവയിൽ ആഭരണവർജനം ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമാണോ, അല്ലെങ്കിൽ വചനാടിസ്ഥാനത്തിലുള്ള നല്ലൊരു മാതൃകയാണോ എന്ന ചിന്താവിഷയത്തിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. ആഭരണം ഇന്നും ധരിക്കാത്തവർ, ആഭരണവർജകരായ കേരളക്കരയിലെ പെന്തക്കോസ്തുകാരെ പോലെ ദർശനം പ്രാപിച്ച ദൈവമക്കൾ തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലും അമേരിക്കയിലും മറ്റും നാടുകളിലും ഉണ്ട്.
അവർ കേരളീയരുടെ ആഭരണവർജനം ദൈവവചന അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കി ആഭരണദാനം ത്യജിക്കുന്നു. ഇങ്ങനെയുള്ളവരെ പലരെയും കണ്ടിട്ടുണ്ട്. കേരളത്തിലെ സമുദായക്കാരുടെ ഇടയിൽ തന്നെ ദൈവവചനം മനസ്സിലാക്കി ആഭരണദാനം പൂർണ്ണമായും ഭാഗികമായും ഉപേക്ഷിച്ചവരുണ്ട്. ഇതിൽ ചിലർ ആഭരണം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ശേഷം സമൂഹത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ധരിക്കുന്നു. കേരളത്തിൽ വരുന്ന ചില വിദേശ മിഷണറിമാർ വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കളുടെ വചനപ്രകാരമുള്ള ഈ നല്ല മാതൃകയെ സ്വീകരിക്കാറുണ്ട്. ആഭരണവർജനം എല്ലാ ദേശത്തും ഇല്ലല്ലോ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആഭരണ ഇപ്പം ഞാൻ ആരായിരിക്കണമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ നല്ലതായിരുന്നത് കൊണ്ട് എൻ്റെ ഭാര്യയോ 3 മക്കളെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റത്തില്ല. അവരവരാണ് തീരുമാനിക്കുന്നത്, അവരവരാണ്. പിന്നെ മക്കൾക്ക് ഉപദേശം കൊടുക്കുക. ആ വിഷയത്തിലേക്ക് ആഭരണ വചനം എല്ലാ ദേശത്തും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇല്ല. അതാണ് ശരി. അമേരിക്കയിൽ പോലും ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, ചില ആഭരണം ധരിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. വേറെ ഒരു ദൈവദാസൻ പറഞ്ഞായിരുന്നു, ആഭരണം ധരിക്കുന്നതിൽ കുഴപ്പമില്ല, വിഗ്രഹങ്ങളെ ഊരാൻ അവരുടെ കുണുക്കൾ ഏത് മാലയെടുത്താലും തട്ടാൻ എന്ത് ചെയ്യും, ഒരു പരിപാടി അതിനകത്ത് ചെയ്യും. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, തിരുവല്ലയുള്ള. അവർ മർത്തോമക്കാരായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാലയ്ക്കകത്ത് ഒരു ഈ കുതിര വർഗീസിൻ്റെ ഗീ വർഗീസിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇത് കടന്നതിനകത്ത് കുതിര വർഗീസിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഗീ വർഗീസിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലും മിന്നുമാലയിൽ എല്ലാത്തിലും അവരുടെ ഒരു രൂപം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ദൈവദാസനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞ് സ്നാനപ്പെടുത്തുമ്പോൾ 3 കാര്യം ചോദിക്കും. ഇത് ആമേൻ സ്തോത്രം, നിനക്ക് ഇതിനേക്കാളുപരി ദൈവത്തെക്കാളുപരി നീ ഇതിനെ സ്നേഹിക്കുന്നുവോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് ചോദിക്കും, നിനക്കിതില്ല എങ്കിൽ ജീവിക്കുവാൻ കഴിയത്തില്ലേ? മൂന്നാമത് ചോദിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ആഡംബരം കാണിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടേ അദ്ദേഹം മുക്കത്തുള്ളെന്ന് പറയുന്നു. ഇത് 3 അല്ല എന്ന് പറയുന്നു എങ്കിൽ, ഒരു പവൻ്റെ മാല ഒക്കെ ആണെങ്കിൽ അല്ല, ഈ ഓരോ നമ്മുടെ കാട്ടാക്കടയിലെ ഒരു ജ്വല്ലറിയുടെ അഭിഷേകം ജ്വല്ലറി, അതുപോലെ അഭിഷേകം ജ്വല്ലറിയിൽ അഭിഷേകം ചെയ്ത സ്വർണ്ണമാലയാണോ നീ ഇട്ടോ എന്നുള്ളതല്ല, ഒരു അല്പം ഒരു മാലയാണോ നീട്ടിരിക്കുന്നത് സ്നാനപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. കാതിലൊരു പൊട്ടുകമ്മലാണോ സ്നാനപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ബിബ്ലിക്കലി അതിനൊരു ഉപദേശമില്ല. ഞാൻ തീർത്തും അങ്ങ് പറയുക. അപ്പോൾ ഇയാൾ 2 കെട്ടവനാണോ എന്ന് ചോദിക്കരുത്. ഞാൻ തിരുവഴുത്തുകളെയാണ് ചൂണ്ടിക്കാണിച്ചത്. വേണമെന്നുള്ളവർ ഇടട്ടെ, ഇല്ലാത്തവർ വേർപാട് പാലിക്കട്ടെ. ദൈവകൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് ഈ ആഭരണം മൂലം ഒരുപാട് പേര് സ്നാനപ്പെടാതെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ പലരും സ്നാനപ്പെടാതെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഈ പരിപാടി മാറ്റാൻ പോവാണ്. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് മറുപടി. നോഹയുടെ പെട്ടകത്തിൽ ഒരു ഉദാഹരണം കൂടെ പറയാം. നോഹയുടെ പെട്ടകത്തിൽ 8 പേരെ കയറിയുള്ളൂ, കുടുംബം മാത്രമേ കയറിയുള്ളൂ. ഇതിനകത്ത് പണിഞ്ഞവരും ഇതിനകത്തുണ്ടായിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഇതിനെ സഹായിച്ചവരും എടുത്തവരും പൈസ കൊടുത്തതായിട്ട് കാണുന്നില്ല. ദൈവം പൈസ കൊടുത്തതായിട്ട് കാണുന്നില്ല. ATM കാർഡ്, ക്രെഡിറ്റ് കാർഡൊന്നും ഉണ്ടായതായിട്ടും കാണുന്നില്ല. എങ്ങനെ പണിതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ദൈവകൽപ്പന പ്രകാരം പണിതു. ഒരു വലിയൊരു ഷിപ്പ് തന്നെയാണ് പണിതത്. പക്ഷേ അതിനകത്ത് പെട്ടകം അടയ്ക്കുന്നതിന് മുൻപ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ദൈവം പറഞ്ഞു, ഇത്രയും പേരെ നീ കയറ്റ്, നല്ല മനസ്സുള്ളവരൊക്കെ ഇതിനകത്ത് കയറ്റട്ടെ. കാരണം അതിനപ്പുറത്ത് കയറി ദൈവം വാതിലടച്ചെന്ന. കാരണം നോയാണെങ്കിൽ കിടന്ന് വിളിച്ചു, വെള്ളപ്പൊക്കം വരുമ്പം വിളിച്ചു പോകുമ്പം തുറന്നു കൊടുക്കും. അതുകൊണ്ട് ദൈവകൽപ്പന എന്താണോ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ തിരുവഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നു. ആഭരണവചനം എല്ലാ ദേശത്തും ഇല്ലല്ലോ. അപ്പോൾ കേരളീയർക്ക് ഒരു ഉപദേശമുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ ഭക്തന്മാർ ഇത് വേണ്ട എന്ന് പറഞ്ഞു? അന്നുള്ളവരെ പോലെ അല്ലല്ലോ ഇന്ന്. ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരെല്ലാം വിറ്റുപറക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കും. ഇന്നുള്ള അപ്പോസ്തലന്മാരുടെ തലയിലാണ് പണം ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ശരിയാകും? ഇനി അവരിട്ടിരിക്കുന്ന കാറ്, അതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അവരെന്താ കൊണ്ടുപോകുന്ന കാറ്, അവർ വച്ചിരിക്കുന്ന വീട്,
അതുമാത്രമല്ല അവരുടെ സമ്പത്ത്, സ്വർണ്ണപ്പല്ലുള്ളവരെ എനിക്കും അറിയാം. സ്വർണ്ണപ്പല്ല്, പിന്നെ ലക്ഷക്കണക്കിന് രൂപയുള്ള വസ്ത്രം, റാഡോ വാച്ച്, സ്വർണ്ണ റാഡോ വാച്ച്, വസ്ത്രങ്ങളിലുള്ള മിന്ന് കശവ്, പുള്ളി പോര്, അതൊക്കെ എന്തിനാ ഇട്ടുകൊണ്ട് കിടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ TPM-കാരെ നമ്മൾ നോക്കി പഠിക്കേണ്ടതല്ലേ? അവർ കണ്ടില്ലേ വെള്ളയും ചർച്ചിൽ പോകുമ്പം പോലും വെള്ള വസ്ത്രം ധരിക്കാറില്ല. അന്നേരം എത്രത്തോളം മിനുക്കമുള്ള വസ്ത്രം ധരിക്കാമോ അത്രത്തോളം മിനുക്കമുള്ള വസ്ത്രമല്ലേ ധരിക്കുന്നത്? അതിനകത്ത് പുള്ളിയും പോരും മിന്നും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ സ്വർണ്ണം ഇടുന്നവർക്ക് അനുകൂലവും സ്വർണ്ണം ഇടാത്തവർക്ക് പ്രതികൂലവും അല്ല, ഇതിനൊന്നുമല്ല ഞാനീ പറയുന്നത്. ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു തരാം. ആഭരണവർജനം എല്ലാ ദേശത്തും ഇല്ലല്ലോ, ഓരോ ചോദ്യങ്ങളാണ്. അടുത്ത് ആഭരണവർജനം കേരളത്തിൽ, അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. ആഭരണവർജനം കേരളക്കരയിൽ നമ്മുടെ പിതാക്കന്മാർ ആചരിച്ചു പോകുന്ന ആഭരണവർജന പ്രകാരം സത്യമാണെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം കേട്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിട്ടു, നാം ഗ്രഹിച്ചു. എന്നാൽ ഈ വിഷയം പെന്തക്കോസ്തുകാർക്കും വേർപാടുകാർക്കും എപ്രകാരമാണ് ലഭിച്ചുവെന്ന് തുടർന്ന് നമുക്ക് നോക്കാം. 1-ാം നൂറ്റാണ്ടിന് ശേഷം AD 1872 നവീകരണ മെത്രാനായ മാത്യൂസ് മാർ അത്താനോസിയോസിൻ്റെ കാലത്താണ് കേരളത്തിൽ ഉണർവിൻ്റെ കാറ്റ് വീശുവാൻ ആരംഭിച്ചത്. ഒന്നുകൂടെ പറയാം. മാത്യൂസ് മാർ അത്താനോസിയോസിൻ്റെ കാലത്താണ് കേരളത്തിൽ ഉണർവിൻ്റെ കാറ്റ് വീശുവാൻ ആരംഭിച്ചത്. ഇതിന് പ്രധാനമായി ദൈവം ഉപയോഗിച്ച് തമിഴ്നാട്ടിലുള്ള CMS-കാരനായ മത്തായി ഉപദേശിയെ ആയിരുന്നു. അങ്ങനെ മലങ്കര യാക്കോബായ സഭ വിട്ട് മർത്തോമാ സുറിയാനി സഭ സ്വീകരിച്ചു. മാത്യൂസ് അച്ഛൻ ഉണർവ് യോഗങ്ങളിൽ വേണ്ടതായ കൈത്താങ്ങലുകൾ കൊടുത്തുകൊണ്ടിരുന്നു. വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ ഉണർവ് 1894 ആറന്മുള അമ്പലത്തിൻ്റെ വടക്ക് വശത്തുള്ള മണൽപ്പുറത്ത് വെച്ച് നടന്നു. 10 ദിവസം നീണ്ടുനിന്ന ഉണർവ് യോഗം നിമിത്തം ജനങ്ങൾ ആത്മീയ ഉണർവ് പ്രാപിക്കുകയും പാരമ്പര്യ കെട്ടുപാടുകളിൽ നിന്ന് ജനം ദൈവവചന സത്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ 10 ദിവസത്തെ യോഗങ്ങൾ ആയിരുന്നു അറിയപ്പെടുന്ന മാരാമൺ കൺവെൻഷൻ്റെ ആദ്യ യോഗമെന്ന് പറയുന്നു. ഈ യോഗത്തിലെ പ്രസംഗകരായിരുന്ന മിഷണറിമാരായിരുന്ന ഡേവിഡും വേർഡ്സ്വർത്തും ഡേവിഡിനും സംഘത്തിനും ശേഷം മൂന്നാമത്തെ ഉണർവ് ശുശ്രൂഷ നിർവഹിച്ചത് നവീകരണകർത്താവായ ഗ്രഗ്സൺ സായിപ്പായിരുന്നു. അദ്ദേഹം 1897 മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രസംഗകനായിരുന്നു. ലക്ഷണങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും ആത്മീയ നവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ മുഖ്യ ഘടകം ഒരു ആത്മീയ ഉണർവായിരിക്കും. ഉണർവ് ഒരു വ്യക്തിയിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉണർവ് എന്നാൽ എന്താണെന്ന് ചിലർക്ക് അറിവില്ല. ഒരു വ്യക്തിയോ സമൂഹമോ തങ്ങളുടെ നിർജീവമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവവചനം കേൾക്കുമ്പോൾ ആത്മാവിലും ശരീരത്തിലും ഉണർത്തപ്പെടുന്നു. ഇങ്ങനെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് പുതുജീവൻ പ്രാപിക്കുന്നതിനെയാണ് ഉണർവ് എന്ന് പറയുന്നത്. ഉണർവ് വ്യക്തികളിൽ കടന്നു വന്നു. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയിൽ മാനസികമായ ഉണർവും ആധ്യാത്മികമായ ഉണർവും ഉണ്ടാകും. എന്നാൽ മനുഷ്യനെ നിത്യതയിലേക്ക് നയിക്കുന്നത് ആത്മീയ ഉണർവാകുന്നു. ഭീരുവായ പത്രോസ് അപ്പോസ്തലനെയും ധീരനാക്കിയതും പെന്തക്കോസ്ത് നാളിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ പരിശുദ്ധാത്മാവായിരുന്നു. മനുഷ്യൻ്റെ അന്തരാത്മാവിന് ഉണർവ് കൊടുക്കാൻ കഴിയുന്നതും പരിശുദ്ധാത്മാവിനും ആത്മാവിൻ്റെ വചനത്തിനും മാത്രമാണ്. ശമൂവേൽ 1-ാം പുസ്തകം 10:6, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1:8, റോമർ 8:11, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6:11, 4:20, എഫേസ്യർ 6:17.
ഇപ്രകാരം വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു വ്യക്തി ഉണർത്തപ്പെടുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ പരിവർത്തനങ്ങൾ പലതും സംഭവിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5:17. നടപ്പിലും വസ്ത്രദാനത്തിലും സംസാരത്തിലും നോട്ടത്തിലും മുറിയിലും അലമാരയിലും ജോലിസ്ഥലത്തും കോളേജിലും എന്നിങ്ങനെ പല മണ്ഡലങ്ങളിലും ഒരു വ്യക്തിയിൽ പ്രതിബിംബിക്കുന്ന വ്യതിയാനങ്ങളെ കാണുവാൻ കഴിയും. ഉണർവ് സമൂഹത്തിൽ 120 പേരടങ്ങുന്ന ഒരു വലിയ പ്രാർത്ഥനാ സംഘം മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കാത്തിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ അവരുടെ മേൽ വന്ന് ആത്മതീയുടെ ശക്തിയാൽ അവർ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുകയും ആയിരങ്ങൾ രക്ഷയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു ക്രിസ്തീയ സഭയുടെ ഉണർവിന്റെ ആരംഭം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1:14, 2:1 മുതൽ 4 വാക്യം വരെ, 2:37 മുതൽ 41 വരെ, 16 അധ്യായം 25 മുതൽ 31 വരെയുള്ള ഭാഗങ്ങൾ. ഇങ്ങനെ എവിടെയെല്ലാം ആത്മീയ അഗ്നിയുടെ ഉണർവുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് വീര്യപ്രവൃത്തികൾ കാണുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കുകയും ചെയ്തപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചെയ്ത വീര്യപ്രവൃത്തികൾ കാണുകയും യേശുക്രിസ്തുവിനുള്ള പ്രസംഗം കേൾക്കുകയും ചെയ്തപ്പോൾ ആ ജനസമൂഹത്തിൻ്റെ നിർജീവമായ ആത്മീയ മനുഷ്യർ ഉണർത്തപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ശുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. 19 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 19:17 മുതൽ 19 ഭാഗങ്ങൾ. അങ്ങനെ ഉണർവ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷുകാരുടെ പേരൊന്നും നാവിൽ കൊള്ളുന്നില്ല. ദൈവമക്കളും സംസ്കാരങ്ങളും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവമക്കളും സംസ്കാരങ്ങളും, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ. യോഗ്യമായ യാതൊരു സംസ്കാരവും നല്ലത് തന്നെ, പക്ഷേ എല്ലാ സംസ്കാരവും ഒരുപോലെ നല്ലതല്ല. ആയതിനാൽ ഒരു വിശ്വാസിക്ക് എല്ലാ സംസ്കാര രീതികളും ഒരേപോലെ അനുരഞ്ജപ്പെടുത്താൻ കഴിയുകയില്ല. അതിനൊരു ഉദാഹരണമാണ് അബ്രാഹാമും ലോത്തും. വ്യഭിചാരവും മ്ലേച്ഛതകളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ദുർനടപ്പുകളും എല്ലാം നിറഞ്ഞിരുന്ന ഒരു സംസ്കാര രീതിയായിരുന്നു സോദോമിൻ്റേത്. എന്നാൽ ലോത്തോ തൻ്റെ സഹോദരനായ അബ്രഹാമോ ആ സംസ്കാര രീതികളെ ഒരുപോലെ തിരഞ്ഞെടുത്തില്ല. ഈ സോദോമിൻ്റെ സംസ്കാരങ്ങൾ അന്ത്യകാലത്തും വരുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. പത്രോസ് എഴുതിയ 2 ലേഖനം 2:6 മുതൽ 8 വരെ, ലൂക്കോസിന്റെ സുവിശേഷം 17:28 മുതൽ 30 വരെയുള്ള ഭാഗങ്ങൾ. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും. പത്രോസ് എഴുതിയ 2 ലേഖനം 2:14 എന്ന് വചനം പറയുന്നു. അവരെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കീഴ്പ്പെട്ടനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഇതെല്ലാം കണ്ട് രസിക്കുവാൻ കഴിയില്ല. മറിച്ച് നീതിയുള്ള മനസ്സിൽ അവരുടെ ദുഷ്പ്രവൃത്തികൾ കണ്ട് നോവ് പിടിച്ചവനായി സ്തംഭിച്ചു നിൽക്കുന്ന ലോത്തിനെ പോലെ ദൈവത്തിന് വേണ്ടി വേർപാടും വിശുദ്ധിയും പാലിച്ച് നിൽക്കുവാൻ ശ്രമിക്കും. അവസാനം അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല എന്ന വചനപ്രകാരം ഇവരും നമ്മുടെ പക്ഷം, ദൈവപക്ഷം തിരിഞ്ഞവരും എന്ന് വിശ്വസിക്കാം. യെരമ്യാ 15:19. യോഗ്യമായ സംസ്കാരമേത്? സംസ്കാരത്തിൻ്റെ ഔന്നത്യം പ്രകടമാക്കുന്ന വസ്ത്രത്തിൻ്റെ നീളം കുറയുന്നതിലൂടെ അല്ല, മറിച്ച് മാന്യമായ വസ്ത്രത്തിലൂടെയാണ്. മാന്യമായ പെരുമാറ്റത്തിലാണ് മാന്യത പ്രകടമാക്കുന്നത് എന്ന് നമ്മുടെ യുവതലമുറ വിസ്മരിക്കാതിരിക്കട്ടെ. കേരള സംസ്കാരത്തിൻ്റെ മഹിമയും എളിമയും നന്മയും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും, വളരെ ശ്രദ്ധിച്ചോണേ, ബുദ്ധിയും വിവേകവും അവരുടെ കുട്ടികൾക്കുണ്ടാകട്ടെ. വസ്ത്രധാരണം അതുകൊണ്ട് മുഖ്യമായും ഉദ്ദേശിക്കുന്നത് നഗ്നത മറയ്ക്കലാണ്, അല്ലാതെ കഴിവിൻ്റെ പരമാവധി പ്രദർശിപ്പിക്കലല്ല. ഇന്ന് എല്ലായിടത്തും പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്.
നാടോടുമ്പോൾ നെടുകെ ഓടണമോ അല്ലെങ്കിൽ നടുവേ ഓടണമോ? കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:19-20. പ്രമാണം ഒന്നേ ഉള്ളൂ. ആ പ്രമാണത്തിനനുസരിച്ച് മുന്നോട്ട് പോവാം. പ്രമാണം ഒന്നേ ഉള്ളൂ. ആഭരണവർജനം ഒരു ഉപദേശമാണോ? ആഭരണവർജനം ഒരു ഉപദേശമാണോ എന്ന് ചോദ്യം കിടക്കുന്നു. സോറി, ഇത് പവർഫുൾ മെസ്സേജ് അല്ലല്ലോ. ആഭരണവർജനം ഒരു ഉപദേശമോ? ആഭരണം വർജിക്കണം എന്ന കൽപ്പന പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും തിരസ്കരിക്കാതെ സ്ഥിരീകരിക്കുന്നുവെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിനാൽ ആഭരണവർജനം ഒരു ഉപദേശമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവവചനത്തിന് അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ഉപദേശവും ആകുന്നു എന്നേ പറയുവാൻ കഴിയും. അതുകൊണ്ട് ഈ ഉപദേശത്തിൻ്റെ ഗൗരവവും തനിമയും അടർത്തി മാറ്റാതെയും ദൈവത്തെ ഭയപ്പെട്ട ഉപദേശത്തെ അനുസരിപ്പാനും സ്വയം തയ്യാറാകണം. ഇട്ടവർ പലരും ഇടുന്നുണ്ട്, ഊരിയവർ പലരും ഇടുന്നുണ്ട്, ഇടാത്തവർ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പല വിധത്തിലുണ്ട്. ഇട്ടവർ ഊരുന്നു, ഊരിയവർ ഇടുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് 2-2.5 വർഷം കൊണ്ട് ഇരുന്ന് പഠിച്ച് എഴുതി കൈ പോലും കടച്ചു. തിരുവഴുത്തിൽ ആഭരണവർജനം ഉൾപ്പെടെ ഉപദേശ വിഷയങ്ങളെ സഭയുടെ പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് നാം ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയുടെ ആഭരണം ആദ്യം ഊരി മാറ്റുവാൻ നാം ഒരിക്കലും ഉപദേശിക്കേണ്ടതില്ല. വളരെ ശ്രദ്ധിച്ചോണം, ഉപദേശിക്കേണ്ടതില്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നവരോട് മാത്രമേ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട വിഷയങ്ങളിൽ അത് അവതരിപ്പിക്കാം. പാൽ കൊടുക്കേണ്ട കുട്ടിക്ക് കട്ടിയുള്ള ആഹാരം കൊടുക്കരുതല്ലോ. എബ്രായർ 5:12-14 വരെ. മാനസാന്തരപ്പെട്ട് ദൈവസഭയിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായില്ലെന്ന് വരാം. ഇതിനെപ്പറ്റി വചനം പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പത്രോസ് എഴുതിയ 1 ലേഖനം 2:2-3. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷയ്ക്കായി വളരേണ്ടത് ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അപ്പോൾ ക്രമേണ വർജിക്കേണ്ടവ വർജിക്കുകയും സ്വീകരിക്കേണ്ടവ സ്വീകരിക്കുകയും ചെയ്തുകൊള്ളും. ഒരു വ്യക്തിയിൽ ബാഹ്യമായി കാണുന്ന ഒന്നും തന്നെ നാം മാറ്റുവാൻ ശ്രമിക്കേണ്ടതല്ല. അപ്പോൾ തന്നെ അവരവർ സ്വയം മാറ്റുവാനുള്ള ഉപദേശ വിഷയങ്ങൾ അവരോട് അറിയിക്കുവാൻ മടിക്കുകയും അരുത്. അങ്ങനെ ആന്തരിക മനുഷ്യന് പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ പറ്റിയ വചനമെന്ന പാല് സ്വീകരിക്കുവാൻ പക്വതയായവർക്ക് കട്ടിയുള്ള ആഹാരവും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ ആ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നാമോ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച വചനം പ്രസംഗിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. തിമത്തിയോസിന് എഴുതിയ 2 ലേഖനം 4:2-5 വരെയുള്ള ഭാഗങ്ങൾ. സ്നാനത്തിന് മുൻപ് ആഭരണം നീക്കണമോ? വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിന് മുൻപ് ആഭരണം നീക്കം ചെയ്യണമെന്ന് വചനം പറയുന്നില്ല. സ്നാനപ്പെടുവാൻ മുൻപേ അവരവരുടെ ആഭരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹുദായ കാനോനിൽ എഴുതിയിട്ടുണ്ട്. ദൈവവചനത്തിൽ സ്നാനപ്പെടുന്നതിന് മുൻപേ ആഭരണം നീക്കപ്പെടണമെന്ന് കൽപ്പിക്കാത്തതുപോലെ സ്നാനത്തിന് മുൻപേ വിഗ്രഹത്തെ നീക്കം ചെയ്യണം. മദ്യപാനവും വെറിക്കുത്തും വഞ്ചനയുമെല്ലാം നിർത്തണം. വേർപാടും വിശുദ്ധിയും പാലിക്കണം. പ്രത്യേകമെടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാൽ സമ്മിശ്രമായ ഒറ്റ വാക്കിൽ സ്നാനത്തിന് മുൻപ് മാനസാന്തരപ്പെടുവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:37-38, റോമർ 8:6-2-4 വരെയുള്ള ഭാഗങ്ങൾ. മാനസാന്തരമെന്നതിന് മ്ലേച്ഛമായ പാതകളിൽ നിന്ന് ഒരു നല്ല പാതയിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നാണല്ലോ അർത്ഥം. ഇങ്ങനെ പൂർണ്ണമായി തിരിഞ്ഞു വരുന്നതിന് ശേഷമേ സ്നാനപ്പെടുത്തുവാൻ പാടുള്ളൂ. അങ്ങനെ അപ്പം ചോദിക്കും, യേശുക്രിസ്തു സ്നാനപ്പെടാൻ പറഞ്ഞോ, ശിഷ്യന്മാർ ഊരി സ്നാനപ്പെടാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്.
ഞാൻ തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുക. നേരത്തെ ഭാഗത്ത് നിങ്ങൾ തിരിഞ്ഞു വായിക്കുക. ഒരു ഭാഗം 100 പ്രാവശ്യം എടുത്ത് പറയാനൊന്നും സമയമില്ല. എബ്രായർ 4:32 പറയുന്ന പോലെ സമയം പോരാ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. ഇതൊക്കെയാണ് ചോദ്യം. ഇതാണ് നിങ്ങൾ കശവുമുണ്ടോ, കശവ് ഷർട്ടോ എന്ത് വേണം ഇട്ടുകൊണ്ട് നടക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്തോ ജാതികളെ പോലെ ആചാരമായി നടക്കുക. കർത്താവിന് വിശുദ്ധമാണ്. പൊന്നു വെള്ളി എല്ലാം വിശുദ്ധമാണെന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. യേശുക്രിസ്തുവും ചതുർദ്രഹ്മണത്തിൻ്റെ വയറ്റിൽ കിടന്ന ചതുർദ്രഹ്മപ്പണം അതിനെ എടുത്ത് അവിടെ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. മത്തായി 12, 23, 24. അപ്പോൾ ആ ഭാഗവും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയശുദ്ധിയാണ്. അകത്തെ മനുഷ്യൻ്റെ, ആന്തരിക മനുഷ്യൻ്റെ ശുദ്ധിയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ 12ാമത്തെ വയസ്സിൽ പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത്, തുമ്പോണം എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടുവേലയ്ക്ക് വേണ്ടി പോയവനാണ് ഞാൻ. 7ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായി ഞാൻ പോയത്. എന്നെക്കുറിച്ച് ഞാൻ പറയാറില്ല. പക്ഷേ അവിടെ ഒരു അമ്മച്ചി മരിച്ചു. മക്കളെല്ലാം കൂടെ വന്ന്, അപ്പം ഞാനും അവിടുത്തെ ഞാൻ നിന്ന വീട്ടിലെ, വേലയ്ക്ക് നിന്ന വീട്ടിലെ അമ്മച്ചിയുടെ ഒരു ബന്ധുവായിരുന്നു, അപ്പച്ചൻ്റെ ഒരു ബന്ധുവായിരുന്നു. ഞങ്ങളവിടെ പോയി എല്ലാവരും ഇതെല്ലാം കഴിയുന്നത് വരെ നിന്നു. അപ്പോൾ ഇത് അടക്കമെല്ലാം കഴിഞ്ഞു, ഇങ്ങു പോന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ മക്കളെല്ലാം കൂടെ തമ്മിലടി, മരുമക്കൾ എല്ലാം കൂടി തമ്മിലടി. എന്താണെന്ന് കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത്, മോള് അമ്മച്ചിയുടെ വിരലിൽ കിടന്ന മോതിരം ഊരാൻ കഴിയാത്തതുകൊണ്ട് അതിനെ മുറിച്ചെടുത്തു. വിരൽ മുറിച്ച് എടുത്തു. പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കല്ലേ, അപ്പോൾ അറിയത്തില്ലല്ലോ. അത്രത്തോളം നികൃഷ്ടമായ ഒരു കാര്യം അവിടെ ചെയ്തു. അത് അവർ തമ്മിൽ അടിച്ച്, അവർ തമ്മിൽ വിളിച്ചു കൂകിയതും ഒക്കെ എനിക്കറിയാം. വർഷങ്ങൾക്ക് എൻ്റെ 13ാമത്തെ വയസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലും തന്നു വിടത്തില്ല. ഇനി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മോഷ്ടിക്കാനൊരിടവായി, കഴുത്ത് വെട്ടി, കൈവെട്ടി, കാല് വെട്ടി എന്നൊക്കെ നമുക്ക് കേൾക്കാനൊരിടയായി. ഇതൊക്കെ കൊണ്ടായിരിക്കണം ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, അല്ലാതെ ഒരു മോതിരം ഇട്ട് നടന്നത് കൊണ്ടോ. ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട്. ലണ്ടനിലാണെങ്കിൽ ഒരു മോതിരം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പെങ്കൊച്ച് ഒരു മോതിരം, ചെറുക്കനൊരു മോതിരം ഇട്ടില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അവിടുത്തെ സംസ്കാര രീതിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ എൻ്റെ ചിന്തയിലേക്ക് തന്നെ വരാം. അപ്പം മാനസാന്തരം മത്തായി 7:16 മുതൽ 18. വൃക്ഷം ഫലത്താൽ തിരിച്ചറിയണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. മത്തായി 7:16 മുതൽ 18 വരെ. മദ്യപാനവും വിഗ്രഹാരാധനയും മറ്റും ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഉറപ്പുള്ളവരെ മാത്രമാണല്ലോ നാം സ്നാനപ്പെടുത്താറുള്ളത്. അല്ലാത്തവരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. നാം അല്ലാത്തവരെ, അങ്ങനെ ഉള്ളവരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പലരും ഡോക്ടറേറ്റ് എടുത്ത പലരും പറഞ്ഞിട്ടുണ്ട് സ്നാനപ്പെടണമെന്ന് പറയുന്നത് സ്നാനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. കാരണം ഒരാൾ സ്നാനപ്പെടണമെന്ന് ഞാൻ സ്നാനപ്പെടുത്തിയില്ല. അവൻ്റെ കള്ളുകൂടി മാറട്ടെ എന്ന് പറഞ്ഞിരുന്നു. അവസാനം അവൻ എന്ത് ചെയ്തു, വയനാട്ടിൽ വെച്ച് ബൈക്ക് ആക്സിഡൻറ്റ് പെട്ട് മരിച്ചു. അതിന് ചിലപ്പോൾ ഞാനും ദൈവസനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കാരണം അവൻ മാനസാന്തരപ്പെട്ട് വരട്ടെ എന്ന് ചിന്തിച്ചിരുന്നതാണ്. എന്താണെന്ന് എസ്കേൽ പ്രവചനം 33:8-9 വചനപ്രകാരം ഇനി എന്താ നടക്കുന്നതെന്ന് എനിക്കും അറിയില്ല. അത് ദൈവം തരുന്ന ശിക്ഷ ഏത് വാങ്ങാൻ തയ്യാറാണല്ലോ. ഇനി അവിടെ ശിക്ഷയില്ല, അവിടെ ന്യായവിധിയുള്ളൂ, ഇവിടെ ശിക്ഷയുണ്ട്. മദ്യപാനവും വിഗ്രഹാരാധനയും മറ്റും ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ഉറപ്പുള്ളവരെ മാത്രമാണ് സ്നാനപ്പെടുത്താറുള്ളൂ, അല്ലാത്തവരെ സ്നാനപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധവും ജാതീയ അലങ്കാരവും ആഭരണം ധരിച്ച് സ്നാനപ്പെടുവാൻ വരുന്നവരെ നാം സ്നാനപ്പെടുത്തുമോ? മദ്യപാനവും വിഗ്രഹാരാധനയും തെറ്റാകുന്നു എങ്കിൽ ആഭരണധാരണവും ദൈവപ്രകാരം തെറ്റല്ലോ. പുറപ്പാട് 33:5-6, എസ്കേൽ 7:19-20, പത്രോസ് എഴുതിയ 1 ലേഖനം 3:3-4, 4:3-4. മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്തുന്നതിന് മുൻപ് അപ്പോസ്തലനായ പത്രോസിൻ്റെ പഠിപ്പിക്കൽ നോക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. 2:38. മറ്റു പല വാക്കുകളാൽ അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2:40. ഈ 2 വാക്യങ്ങളിൽ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്ന മാനസാന്തരം ഇന്നിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ അന്തരത്തെയാണ്
അഥവാ പഴയ മനസ്സിൽ നിന്ന് അകലുക, വേർപെടുക, പഴയ മനസ്സിൽ നിന്ന് അകലുക, വേർപെടുക എന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:5. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ എന്നതോ മാനസാന്തരപ്പെട്ടവർ ബാഹ്യമായ എല്ലാം ദുഷിച്ച സമ്പ്രദായങ്ങളിൽ നിന്ന് നിൽക്കുക, വേർപെടുക എന്നാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ ഈ ഉപദേശത്തിൽ നിന്ന് 3 പ്രധാന വിഷയങ്ങളാണ് നാം ഗ്രഹിക്കേണ്ടത്. 1, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം അഥവാ വേർപെടണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:40. കുറേ കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ വക്രതയിൽ നിന്ന് വേർപെടണം. കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം 6:14-17 വരെ, ഫിലിപ്പിയർ 2:14. 3, ഉപദേശങ്ങളിലെ വക്രതയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഗലാത്യർ 1:7-8, തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 1:3, യോഹന്നാൻ എഴുതിയ 2 ലേഖനം 10 വാക്യം. ഈ വേർപാട് ഉപദേശം കൊണ്ടവരത്രേ സ്നാനപ്പെട്ടതെന്ന് തുടർന്നുള്ള വാക്യത്തിൽ നാം നമുക്ക് കാണുന്നു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3:41. കൈക്കൊണ്ടവർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാരാംശം അവിടെ കൂടിയിരുന്ന ജനങ്ങളല്ല ഈ വേർപാടിൻ്റെ ഉപദേശം കൈക്കൊണ്ടില്ലെന്നും കൈക്കൊണ്ടവർ മാത്രമാണ് അന്ന് സ്നാനം സ്വീകരിച്ചതെന്നുമാണ്. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാവുന്നു. സ്നാനമേൽപ്പിക്കുന്നതിന് മുൻപ് അകത്തും പുറത്തും വർജിക്കേണ്ട എല്ലാ ഉപദേശങ്ങളും കൊള്ളുന്നു എങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ. കൈക്കൊള്ളുവാൻ തയ്യാറാകാത്തവരെ സ്നാനപ്പെടുത്തുന്നത് വചനവിരുദ്ധമാണ്. അവിടെയാണ് ചോദ്യം വരുന്നത്. ഇനിയിപ്പോൾ ചോദ്യങ്ങൾ അതിനകത്ത് വരാം. ഇനി ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവിടെ എടുക്കാം. മത്തായി 5:8. ശുദ്ധീകരണമല്ലേ? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണമാണ്, വചനത്താൽ ശുദ്ധീകരണമാണ് എന്നൊക്കെ തിരുവഴുത്തിൽ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:3. വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരെ നമുക്ക് സ്നാനപ്പെടുത്താതിരിക്കുവാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറയുന്നു എങ്കിൽ ഏത് ദൈവദാസന്മാരിൽ കൂടെ കേട്ട കാര്യങ്ങളും തിരുവഴുത്തിൽ കൂടെ അറിഞ്ഞ കാര്യങ്ങളും വർഷങ്ങളായി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച കാര്യങ്ങൾ ഇവിടെ എടുത്തെഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് വ്യൂസ് കൂടാനൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ, ഇതിനകത്ത് നിങ്ങൾ നോക്കിയാലോ ഇതിനകത്ത് വ്യൂസുകളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ 1-2 വാക്യം എടുത്ത് ജനത്തെ പുകഴ്ത്തി ഇടുന്നവരിട്ടോ ഇടാത്തവരിടണ്ട എന്ന് പറയുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായി പറയുന്നു. നമ്മളെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ ഒരിക്കൽ പറഞ്ഞു, തിയേറ്ററിൽ കയറിയാലും ആഭരണം ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല ഒരു ബന്ധക്കോസുകാരനാണോ ബന്ധക്കോസുകാരിയാണോ. മീശ പഠിക്കുന്നില്ലെന്ന് താടി വയ്ക്കുന്നില്ലെന്ന് ഞാൻ എതിരല്ല. അപ്പോൾ മീശ പഠിക്കാതെ നടന്ന ഒരു തിയേറ്ററിൽ കയറിയാലും ആരും കാണത്തില്ല. സാധാരണ ബനിയനും ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആരാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതേ വേഷം ധരിച്ചുകൊണ്ട് പോയാൽ ഇവനൊരു ദൈവദാസനാണല്ലോ. അപ്പോൾ മീശ പഠിച്ചതുകൊണ്ട് മുംബൈയിലുള്ളവരൊക്കെ, നോർത്ത് ഇന്ത്യയിലുള്ളവരൊക്കെ മിക്കവാറും പേര് മീശ പഠിച്ചവരാ. അവർ പാസ്റ്റർമാരാണോ എന്നൊക്കെ ചോദിക്കാം. ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരാം. ഇതൊന്നുമല്ല. ദൈവ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ആഭരണം ധരിച്ചവർ, അപ്പോസ്തലപ്രവൃത്തി 2:40-41 വാക്യം കൂടെ ചേർത്ത് വചനം പഠിപ്പിച്ച് ശിഷ്യരാക്കി ഒരുങ്ങി നിൽക്കുന്നവരെ മാത്രം സ്നാനപ്പെടുത്തുവാനാണ്. അപ്പോസ്തലപ്രവൃത്തി 2:40-41. ആഭരണം ധരിച്ചവർക്ക് കർത്തൃമേശ കൊടുക്കാമോ? ഞാൻ ഈയിടെ ഒരു സഭയിൽ പോയി. ആ സഭയിൽ ചെന്നപ്പോൾ ഞാൻ മെസ്സേജ് കൊടുത്തതിനനന്തരം കർത്തൃമേശയ്ക്ക് ഒരുങ്ങി. അപ്പോൾ സ്വർണ്ണമിട്ടവർക്ക് കർത്തൃമേശ കൊടുക്കത്തില്ലെന്ന് അദ്ദേഹം സഭയുടെ പഠിപ്പീരാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അങ്ങനെ ഒരു വാക്യം ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വാക്യം ഇല്ല. കാരണം വിവിധ മേഖലകളിൽ ഭാരപ്പെടുന്നവരുണ്ട്, സ്നാനപ്പെടണമെന്ന് താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇയാൾ തിരിഞ്ഞും പിരിഞ്ഞും കൊത്തുകയാണല്ലോ എന്നൊന്നും ചിന്തിച്ച് കളയരുത്. ഞാൻ നിലമ്പൂരിൻ്റെ പ്രദേശത്തായിരിക്കുമ്പോൾ ഒത്തിരി മർത്തോമക്കാരെ ഞാൻ സ്നാനപ്പെടുത്തി. പക്ഷേ ആഭരണം ഇട്ടാണ് കൊടുത്തത്. കാരണം ഭർത്താക്കന്മാരറിഞ്ഞാൽ കൊല്ലും, അവർക്ക് സ്നാനപ്പെടണം.
ബഹറിൻ്റെ പ്രദേശത്ത് ഒത്തിരി മർത്തോമക്കാരെ ഞാൻ സ്നാനപ്പെടുത്തി. സൗദിയുടെ പ്രദേശത്ത് സ്നാനപ്പെടുത്തി, ദുബൈയുടെ പ്രദേശത്ത് സ്നാനപ്പെടുത്തി, കടലിൽ കൊണ്ടുപോയി. പലയിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സ്നാനം കൊടുത്തു. ആഭരണമിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇതൊന്നും ഒരു ബിബ്ലിക്കലി ഒരു കാര്യമല്ല. പിന്നെ ആദിമ സഭയിലുള്ള വ്യക്തി ജീവിതങ്ങൾ വേർപാട് പാലിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വേർപാടിനെ കുറിച്ച് ദൈവഭക്തന്മാരോട് അല്ലാതെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വരും തലമുറകൾ മൊത്തം വാരി അന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് കുറച്ചൊക്കെ വേർപാട് പാലിക്കുന്നു. വേർപാടെന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിൻ്റെ വേർപാടല്ല യഥാർത്ഥത്തിൽ പറഞ്ഞ ഹൃദയശുദ്ധിയാണ്, മാനസാന്തരമാണ്. മാനസാന്തരം മരിക്കുന്നതിനും 1 മിനിറ്റ് മുമ്പ് വരെ മാനസാന്തരപ്പെടണമെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആഭരണം ധരിച്ചവർക്ക് കർത്തൃമേശ കൊടുക്കാമോ? പറഞ്ഞു നിർത്താം. ആഭരണം വർജിച്ചവർക്ക് മാത്രമേ കർത്തൃമേശ കൊടുക്കാവൂ എന്ന ഒരു വാക്യം പോലും തിരുവെഴുത്തുകളിൽ ഇല്ല. അങ്ങനെയില്ല. അത് സ്വർണ്ണം ഇടണമോ ഇടണ്ടയോ എന്നും പറഞ്ഞിട്ടില്ല. ആഭരണം നീക്കിക്കളകാന്നൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പുതിയ നിയമസഭയിൽ, കൃപായുഗത്തിലുള്ള സഭയിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വചനം മാത്രം തെളിയിച്ചു തരാം. അങ്ങനെ ഒരു വാക്യം പോലും തിരുവെഴുത്തുകളിൽ എല്ലാ അശുദ്ധിയിൽ നിന്നും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന യാതൊരു വ്യക്തിക്കും കർത്തൃമേശയിൽ പങ്കുകൊള്ളാവുന്നതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3:47, 3:46 വാക്യങ്ങൾ, 3:41 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ. ഈ വക്രതയുള്ള ലോകജാതിയിൽ നിന്ന് വേർപെട്ട് വിശുദ്ധർക്ക് മാത്രം കർത്തൃമേശ പങ്കെടുക്കാവൂ. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10:20-21. പത്രോസ് അപ്പോസ്തലന്റെ ഉപദേശം ശ്രദ്ധിക്കുക. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് സഭയോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 2:41, 42, 46 മുതൽ 47 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2. കൂട്ടായ്മയിൽ വേർപാടും വിശുദ്ധിയും രഹസ്യമായി പാലിക്കാത്തവർ ആരെന്ന് വ്യക്തമായി അറിയുവാൻ കഴിയില്ല. അതിനാൽ സകല രഹസ്യങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിക്കുക. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കൊരിന്ത്യർക്ക് 1 ലേഖനം 11:27 മുതൽ 23 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ. എന്ന ഈ വചനങ്ങൾ സഭയോട് വിളിച്ചു പറഞ്ഞ് ശുശ്രൂഷകൾ നിവർത്തിക്കുമ്പോൾ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വത്തിലും തീരുന്നു. ഉത്തരവാദിത്വവും തീരുന്നു. അയോഗ്യമായ ശരീരത്തെ വിവേചിക്കാത്ത വചനവിരുദ്ധമായ രഹസ്യപാപങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷാവിധിയിൽ താനെ അകപ്പെട്ടവരും അത് ഉണ്ടാകാതിരിക്കാൻ അവരവർ തന്നെ സ്വയം വിവേചിക്കട്ടെ. പുതിയ നിയമത്തെ ഒരിക്കലും തിരസ്കരിക്കാത്ത ദൈവത്തിൻ്റെ ഉപദേശവും കൽപ്പനയുമായ ആഭരണവർജനം പോലെ മറ്റു വിഷയങ്ങളും നമ്മുടെ അറിവിൽ ഉണ്ടെങ്കിൽ അതും സഭയോട് പറയാതിരിക്കരുത്. നാം അത് മെയിനായിട്ട് അതാണ് വേണ്ടത്. നാം അത് അറിയിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി നമ്മുടെ മേലും വരും. നാം അറിയിച്ച അനന്തരം അനുസരിക്കാത്തവർ ശിക്ഷാവിധിയെ അപ്പത്തിനോട് വീഞ്ഞിനോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. കൊരിന്ത്യർക്ക് 1 ലേഖനം 11:27-29, യെഹെസ്കേൽ 3:18 മുതൽ 21 വരെയുള്ള വാക്യം. കൊരിന്ത്യർക്ക് 1 ലേഖനം 9:16, റോമർ 2:16, യെഹെസ്കേൽ പ്രവചനം 3:20-21. ശുശ്രൂഷ പുറമേയല്ല, അകമയാണ് ശുശ്രൂഷ. എബ്രായർ 4:12. മനുഷ്യൻ്റെ പുറമേ ധരിക്കുന്ന ആഭരണം നീക്കിയത് കൊണ്ടോ മേച്ചമായ പ്രവൃത്തികൾ വിട്ട് ഭാഗ്യമായ വേർപാട് പാലിച്ചത് കൊണ്ടോ മനുഷ്യൻ രക്ഷയെ ലഭ്യമാക്കുന്നില്ല. പാപിയായ മനുഷ്യന് ആദ്യം വേണ്ടത് പാപപരിഹാരനായ യേശുക്രിസ്തുവിനെയാണ്. ഈ യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ച വ്യക്തിയാണ് ആഭരണവർജനം പോലെ മറ്റു ബാഹ്യ കാര്യങ്ങളിലും വേർപാടിലും വിശുദ്ധിയിലും പാലിക്കേണ്ടത്. അതുകൊണ്ട് പുറമേയല്ല, അകമേ ആത്മാവിലാണ് ഒരു പാപിക്ക് ആദ്യം ശുശ്രൂഷ ലഭിക്കേണ്ടത്. ദൈവദാസന്മാരുടെ ശുശ്രൂഷ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്ന മൂർച്ചയേറിയ വചനമെന്ന വാൾ കൊണ്ടാണ്. ഈ വചനമെന്ന വാളിൻ്റെ മൂർച്ച മനുഷ്യൻ്റെ അന്തരാത്മാവിനാൽ സന്നിവേശിക്കുന്നു അല്ലെങ്കിൽ അകത്തളങ്ങളിൽ പ്രവേശിക്കുന്നു. എല്ലാവിധ പാപപാശങ്ങളെയും വേർപെടുത്തി ആത്മമനുഷ്യനെ സുഖപ്പെടുത്തുന്നു. എബ്രായർ 4:12-13. ബൈബിളിൽ വിശുദ്ധിയും വേർപാടും വളരെ പ്രാധാന്യമുള്ള ഒരു നിയമമാണ്. വിശുദ്ധിയും വേർപാടിനുമാണ് ഏറ്റവും വലുതായിട്ട്. വേർപാടെന്ന് പറയുമ്പോൾ സ്വർണ്ണം ഊരുന്നത് മാത്രമല്ല,
അതുകൊണ്ട് ആ ഒരു കാരണത്താൽ ഭക്തിയോടും പ്രപഞ്ച മോഹങ്ങളെയും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചിരിക്കേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ട തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഈ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. തീത്തോസ് 2:12 മുതൽ 15 വരെ, തിമോഥെയോസിന് 4:2 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. ഈ തിരുവെഴുത്തുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, 4-ാം ഭാഗത്തിലേക്ക് അടിയൻ കടന്നു വന്നു. ചില തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം സഹായിച്ചു. നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി നാളുകളിൽ വെളിപ്പെടുത്തണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും ഒരു ശുദ്ധീകരണം, വേർപാട് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വിശുദ്ധമായ സ്വർണം മാറ്റണമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. നന്ദി പറയുന്നു. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ലോകമെമ്പാട് ശുശ്രൂഷ കർത്തൃഭൃത്യന്മാർ, കുടുംബങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ജയിലിൽ കഴിയുന്നവർ, കർത്താവ് കെട്ടതിലും വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്നവർ, ശാരീരിക ബലഹീനതയിലായിരിക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, എല്ലാ ജാതിമത സംഘടനാ വ്യത്യാസമന് എല്ലാ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മീൻ പിടിക്കുവാൻ പോകുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെള്ളപ്പൊക്ക കെടുതിയാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം, വിടുവിക്കണം. നീതി നടത്തുന്ന പ്രിയപ്പെട്ടവർക്കായി, വക്കീലന്മാർക്കായി, ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. ദൈവപ്രവൃത്തികൾ എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകുക ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. കർത്താവെ, വാക്കിൽ ആമേൻ പിശകുകൾ ഉണ്ട്, ക്ഷമിക്കണം. കർത്താവിൻ്റെ പ്രവൃത്തി അടിയനിൽ കൂടെ, കുടുംബത്തിൽ കൂടെ വെളിപ്പെടുത്തണം. തലമുറയായി ദൈവിക നന്മകൾ ആമേൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കണം. അതിനായി കരങ്ങളുടെ സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന ബുദ്ധി, ജ്ഞാനം, വിവേകം, പരിജ്ഞാനം അവിടെ നൽകണമേ. വചനത്തെ വ്യാഖ്യാനിക്കുവാൻ, വിവേചിക്കുവാനുള്ള കൃപ അടിയന്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം മുഴുമുഖത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അബണ്ടലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.